ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, കാരണം ഇത് സ്ഥിരമായി ചോദ്യപേപ്പറുകളിൽ കാണുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ, സംരംഭകൻ്റെ ധർമ്മങ്ങൾ. ഒരു സംരംഭകൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ടോപ്പിക്ക്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരമായി കാണാറുള്ളൊരു ഭാഗമാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ മെറ്റീരിയലിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം ചിലവർ ചിലപ്പോൾ മലയാളത്തിൽ എക്സാം എഴുതുന്നുണ്ടായിരിക്കും, ചിലവർക്ക് ചില ടേംസ് മലയാളത്തിൽ ആവശ്യമായിരിക്കും. അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ. ഇതിൽ നമ്മൾ ഫങ്ഷൻസിനെ ബേസിക്കായിട്ട് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻസ് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു മെറ്റീരിയൽ ഡയഗ്രാം, ഒരു ഡയഗ്രാം നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഈ ഡയഗ്രാം ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാം എന്നൊന്നും ചോദിക്കണം എന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് ഡയഗ്രാം വരയ്ക്കാൻ പറയുകയൊന്നും ചെയ്യില്ല. പക്ഷെ നിങ്ങൾ നിർബന്ധമായും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതുമ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കണം, കാരണം അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ആൻ എൻ്റർപ്രണർ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ആദ്യം നമുക്കിത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എൻ്റർപ്രണോറിയൽ ഫങ്ഷൻസ് ആയിട്ടാണ്. എൻ്റർപ്രണോറിയൽ ഫങ്ഷൻസ് അത് 3 തരം ഫങ്ഷൻസ് ആണുള്ളത്. ഇന്നൊവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഇന്നൊവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് പ്രൊമോഷണൽ ഫങ്ഷൻസ് ആണ്. പ്രൊമോഷണൽ ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കൂടെ മലയാളം ഒന്നിച്ച് പറഞ്ഞു പോവാം. എൻ്റർപ്രണോറിയൽ ഫങ്ഷൻസ്, അതിന് സംരംഭക ധർമ്മങ്ങൾ എന്ന് പറയും. എന്താണ് സംരംഭക ധർമ്മങ്ങൾ? നവീകരണം, ഇന്നൊവേഷൻ, നവീകരണം. റിസ്ക് ടേക്കിംഗ്, നഷ്ടസാധ്യത ഏറ്റെടുക്കൽ. റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നഷ്ടസാധ്യത ഏറ്റെടുക്കൽ. മൂന്നാമത് ഓർഗനൈസേഷൻ ബിൽഡിംഗ് ആണ്, അതായത് സംഘടന രൂപീകരിക്കൽ. ഓർഗനൈസേഷൻ ബിൽഡിംഗ്, സംഘടന രൂപീകരിക്കൽ. ഓക്കെ, ഈ 3 ഫങ്ഷൻസിനെയാണ് നമ്മൾ സംരംഭക ധർമ്മങ്ങൾ അല്ലെങ്കിൽ എൻ്റർപ്രണോറിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രൊമോഷണൽ ഫങ്ഷൻസ്. പ്രൊമോഷണൽ ഫങ്ഷൻസ്, പ്രൊമോഷണൽ ധർമ്മങ്ങൾ. അതിൽ നമുക്ക് 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ ഐഡിയ. ഒരു ഐഡിയേനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അതായത് ഒരു ആശയത്തെ, ഐഡിയ മീൻസ് ആശയം, ആ ഒരു ആശയത്തെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തുന്നു, ആശയത്തെ കണ്ടെത്തുന്നു. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. നമ്മളൊരു ആശയത്തെ കണ്ടുപിടിച്ചു, നമ്മളതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, അതായത് സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അതിനുശേഷം നമ്മൾ അതിന് ആവശ്യമായ റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അസംബിൾ ചെയ്യുന്നു. അസംബ്ലിങ് ദ റിക്വയർമെൻറ്റ്സ്, അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ അസംബിൾ ചെയ്യുന്നു. അതിന് വിഭവ സമാഹരണം എന്ന് പറയും. ഈ 3 കാര്യങ്ങളാണ് പ്രൊമോഷണൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ധർമ്മങ്ങൾ. ആശയം കണ്ടെത്തുക, അതിനെ സസൂക്ഷ്മം പരിശോധിക്കുക, പരിശോധനയ്ക്ക് ശേഷം അതിനാവശ്യമായുള്ള വിഭവങ്ങളെ നമ്മൾ സമാഹരിക്കുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിങ് ദ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്രൊമോഷണൽ ധർമ്മങ്ങളായിട്ട് പറയുന്നത്. മൂന്നാമത് ഭരണപരമായ ധർമ്മങ്ങൾ അല്ലെങ്കിൽ മാനേജീരിയൽ ഫങ്ഷൻസ്. മാനേജീരിയൽ മീൻസ് ആ ടേമിൽ തന്നെ ഉണ്ട്, എന്താണ്, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫേമിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മാനേജീരിയൽ ഫങ്ഷൻസ്, ഭരണപരമായ ധർമ്മങ്ങൾ. അതിൽ വരുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, കോർഡിനേഷൻ, കൺട്രോളിങ്. ഇതെല്ലാം നമുക്ക് മാനേജീരിയൽ ഫങ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ്, അതായത് വാണിജ്യധർമ്മങ്ങൾ. കൊമേഴ്ഷ്യൽ, വാണിജ്യപരമായ കാര്യങ്ങൾ അല്ലേ, നമ്മൾ പറയാറില്ലേ കൊമേഴ്സ്, വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ്, വാണിജ്യധർമ്മങ്ങൾ. ഇവിടെ നമുക്ക് 5 ഫങ്ഷൻസ് ആണ് വരുന്നത്. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പേഴ്സണൽ, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. ഉൽപ്പാദനം, വിപണനം, പേഴ്സണൽ, അക്കൗണ്ടിങ്, ഫിനാൻസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് വരച്ച് വെക്കുക. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ്, എൻ്റർപ്രണോറിയൽ ഫങ്ഷൻസ്, സംരംഭക ധർമ്മങ്ങൾ. സംരംഭക ധർമ്മങ്ങൾ 3 എണ്ണമാണ്
ഇന്നൊവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഇന്നൊവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഒരു എൻ്റർപ്രണറുടെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താ? അദ്ദേഹം ഉറപ്പായിട്ടും ഒരു റിസ്ക് എടുക്കും. അദ്ദേഹത്തിൻ്റെ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത് അതാണ്. അദ്ദേഹം ആ റിസ്ക് ടേക്കറാണ്, ആ റിസ്ക് എടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് ടേക്കിംഗ്. ദെൻ പുതിയതായ ഒരു കാര്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ എൻ്റർപ്രണറും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ശൈലിയിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പുതിയൊരു കാര്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ. അതിനെയാണ് നമ്മൾ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഈ ഇന്നൊവേഷൻ എന്നുള്ളൊരു ടേം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്നൊവേഷൻ എന്നുള്ള ടേം ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു വൺ വേർഡ് ചോദ്യമായിട്ടൊക്കെ വാട്ട് യു മീൻ ബൈ ഇന്നൊവേഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നൊവേഷൻ, ദെൻ ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഈ മൂന്നെണ്ണമാണ് നമ്മൾ സംരംഭക ധർമ്മങ്ങളായിട്ട് പറയുന്നത്. ഇന്നൊവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ, ഡൂയിങ് എക്സിസ്റ്റിംഗ് തിങ്സ് ഇൻ എ ന്യൂ വേ. നമ്മൾ ഓൾറെഡി ചെയ്യുന്നൊരു കാര്യം പുതിയൊരു വഴിയിൽ ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ആരംഭിക്കുക, പുതിയതായി നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരിക. അത്തരത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ, പുതിയതായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യലാവാം, അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യലാവാം, അങ്ങനെ എന്തോ ആവാം. പക്ഷെ അതൊരു പുതിയതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. നവീകരണം, പുതുമകൾ അവതരിപ്പിക്കലോ നിലവിലെ കാര്യങ്ങൾ പുതുമയോടെ ചെയ്യലോ ആണ് നവീകരണം. നവീകരണം എന്നാൽ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാം, പുതിയ ഉൽപ്പാദന രീതി കണ്ടെത്താം, അങ്ങനെ എന്തോ ആവാം. അതിനെയാണ് നമ്മൾ നവീകരണം അല്ലെങ്കിൽ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് റിസ്ക് ടേക്കിംഗ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ എ ലോസ് ദാറ്റ് മേ ഒക്കർ ഡ്യൂ ടു അൺഫോർസീൻ കണ്ടിജൻസീസ് ഇൻ ദ ഫ്യൂച്ചർ. നമുക്ക് ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരു നഷ്ടത്തിനെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ നഷ്ട സാധ്യതയെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളൊരു റിസ്ക് ടേക്കർ ആവുന്നത്. അതാണ് ഒരു എൻ്റർപ്രണർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. യാദൃശ്ചികമായി ഉണ്ടാവുന്ന, ഭാവിയിൽ ഉണ്ടാവാനുള്ള നഷ്ടങ്ങളെ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു സ്കില്ല്, അതിനെയാണ് നമ്മൾ റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. എൻ്റർപ്രണർ ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിസ്ക് ടേക്കിംഗ്, നഷ്ടസാധ്യത ഏറ്റെടുക്കൽ. ദെൻ ലാസ്റ്റ് എൻ്റർപ്രണറിയൽ ഫങ്ഷനാണ് ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഇറ്റ് റെഫേഴ്സ് ടു ബ്രിങ്ങിങ് ടുഗെദർ ദ വാരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക 5 M's ആണ്. 5 എമ്മുകൾ, 5 എമ്മുകൾ അങ്ങനെ ആലോചിക്കാം. 5 M's: മണി, മെത്തേഡ്, മെറ്റീരിയൽ, മെഷീനറി, മാൻ. ഇത്തരത്തിൽ 5 കാര്യങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 5 M's. ഇതിനെ നമ്മൾ ഒന്നിച്ച് ഒരു കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഉൽപ്പാദനത്തിനാവശ്യമായ വിവിധ ഘടകങ്ങൾ, അതിനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അവയെ ഒന്നിച്ച് കൊണ്ടുവരുന്നതിനെയാണ് സംഘടന രൂപീകരിക്കൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 എണ്ണമാണ് എൻ്റർപ്രണോറിയൽ ഫങ്ഷൻസ്: ഇന്നൊവേഷൻ, റിസ്ക് ടേക്കിംഗ് ആൻഡ് ഓർഗനൈസേഷൻ ബിൽഡിംഗ്. നവീകരണം, നഷ്ടസാധ്യത ഏറ്റെടുക്കൽ, സംഘടന രൂപീകരിക്കൽ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് പ്രമോഷണൽ ഫങ്ഷൻസ്, പ്രമോഷണൽ ധർമ്മങ്ങൾ. ഇവിടെ നമുക്ക് 3 ഫങ്ഷൻസ് ആണുള്ളത്. പ്രമോഷണൽ ഫങ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ. The entrepreneur visualizes that there are opportunities for particular type of business and it can be probably run. ആശയം കണ്ടെത്തലാണ്, അതായത് ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ബിസിനസ് ആശയങ്ങൾ കണ്ടെത്തുക. നമുക്കൊരു പുതിയൊരു ആശയം കണ്ടെത്തുകയാണ്, പുതിയൊരു ഐഡിയ കണ്ടുപിടിക്കുന്നതിനെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്താലോ എന്നുള്ളൊരു ആശയം നമ്മുടെ മനസ്സിൽ വരികയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്കവറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ ഐഡിയ. ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ, ആശയം കണ്ടെത്തൽ. ദെൻ ഈ കണ്ടെത്തിയ ആശയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. നമുക്ക് വെറുതെ ഒരു ഐഡിയ തോന്നി, അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട്, അപ്പോൾ ഇത് നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പഠിക്കുക, സസൂക്ഷ്മം പരിശോധിക്കുക. സൂക്ഷ്മമായിട്ട് നമ്മൾ അതിൽ ഓരോ കാര്യങ്ങളെയും, ഇതെങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇതിൽ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലാഭം, അല്ലെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വരാനുള്ളത്, അങ്ങനെ
ഓരോ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പുതിയ ആശയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിശദമായി പരിശോധന നടത്തുക. ഓക്കെ, പരിശോധനയ്ക്ക് ശേഷം നമുക്ക് എന്തുണ്ട്, ഇതിനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ഒരിടത്തേക്ക് അസംബിൾ ചെയ്യുന്നതിനെയാണ് അസംബ്ലിങ് ദ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്, വിഭവ സമാഹരണം. നമുക്ക് ആശയം ലാഭകരമാണ് അല്ലെങ്കിൽ നല്ലൊരു ആശയമാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ഉറപ്പാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വിഭവങ്ങളെ നമ്മൾ സമാഹരിക്കുക, വിഭവങ്ങളെ കണ്ടെത്തുക, സമാഹരിക്കുക, നമ്മൾ കൊണ്ടുവരിക, ആ അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിങ് ദ റിക്വയർമെൻറ്റ്സ്. നമ്മളൊരാശയം കണ്ടെത്തുന്നു, അതിനെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു, അതിനാവശ്യമായ വിഭവങ്ങളെ നമ്മൾ സമാഹരിക്കുന്നു. ഇതിനെയാണ് പ്രൊമോഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പ്രൊമോഷണൽ ഫങ്ഷൻസ്, നമുക്ക് 3 പ്രൊമോഷണൽ ഫങ്ഷൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എൻട്രപ്രനോറിയൽ ഫങ്ഷൻസ് കണ്ടു, ദെൻ പ്രൊമോഷണൽ ഫങ്ഷൻസ്, ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മാനേജീരിയൽ ഫങ്ഷൻസ്. മാനേജീരിയൽ ഫങ്ഷൻസ്, ഭരണപരമായ ധർമ്മങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഓക്കെ, മാനേജീരിയൽ ഫങ്ഷൻസ്. പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? ഡിസിഷൻ മേക്കിംഗ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി ഒരു കാര്യത്തെ ഇങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. നമ്മളൊരു തീരുമാനം മുൻകൂട്ടി എടുക്കുന്നതിനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് പറയുക. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു എൻ്റർപ്രണർ അവരുടെ ഫേമിൽ അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷനിലെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. അതിനെയാണ് മാനേജീരിയൽ ഫങ്ഷൻസിൽ ഒന്നാമത്തെ ഫങ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനിങ്. ആസൂത്രണം, മലയാളത്തിൽ അതിനെ പറയുന്ന ഒരു വേർഡാണ് ആസൂത്രണം. ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രക്രിയയാണ് ആസൂത്രണം. ഓക്കെ, രണ്ടാമത് പറയുന്നതാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് ഇസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് എമംഗ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആയിട്ട് അതിനെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ്. ജീവനക്കാർക്കിടയിൽ അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് സംഘാടനം. ഓർഗനൈസിങ്. നമ്മുടെ എംപ്ലോയീസിന് ഓരോരുത്തർക്കും ഓരോ അതോറിറ്റി ഉണ്ടായിരിക്കും, ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അത് പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് അവരെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. ഇറ്റ് കൺസേൺ വിത്ത് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഒരുപാട് എംപ്ലോയീസിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. ഓർഗനൈസേഷൻ്റെ ലെവൽ, അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് നമ്പേഴ്സ്, എംപ്ലോയീസിൻ്റെ നമ്പേഴ്സ് വ്യത്യാസപ്പെടും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇത്തരത്തിൽ നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ പറയുന്നതാണ് സ്റ്റാഫിംഗ്. തൊഴിലാളികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് സ്റ്റാഫിംഗ്. ദെൻ നെക്സ്റ്റ് ആണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് എൻഷുർ എഫക്റ്റീവ് പെർഫോമൻസ് ബൈ സബോർഡിനേറ്റ്സ് ടുവേർഡ്സ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. നിർദ്ദേശങ്ങൾ, അതായത് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രക്രിയ. നമ്മളിപ്പോൾ എംപ്ലോയീസിനൊക്കെ എടുത്തു, നമ്മളെ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പല എംപ്ലോയീസിനോടും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും, നിർദ്ദേശങ്ങൾ പറയേണ്ടി വരും, അവർക്ക് കൽപ്പനകൾ നൽകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതിനെയാണ്, നിർദ്ദേശങ്ങൾ നൽകുന്നതിനെ, അത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഫംഗ്ഷൻ പറയുന്നത് ഡയറക്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് refers to the job of overseeing subordinates at work to ensure the maximum utilization of resources. സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കൽ, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷനാണ് നമ്മുടെ ആവശ്യം. നമ്മൾ അതുകൊണ്ട് ഏറ്റവും നന്നായി നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക, എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കുക. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ എംപ്ലോയീസിനെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, സൂപ്പർവൈസ്. അവരെന്തൊക്കെ ചെയ്യുന്നു, അവർ നന്നായി ചെയ്യുന്നില്ലേ, അവർ ചെയ്യുന്നത് നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും, അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് കോർഡിനേഷൻ.
ഇറ്റ് ചാനലൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് വാരിയസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് കോമൺ ഗോൾസ്. ഓർഗനൈസേഷന് കോമൺ ആയിട്ട് ഒരു ഗോൾ ഉണ്ടായിരിക്കും, പൊതു ലക്ഷ്യമുണ്ടായിരിക്കും. അത് നേടുന്നതിന് വേണ്ടി ഓരോ ഇൻഡിവിജ്വലിനെയും പരസ്പരം ഒന്നിപ്പിക്കുക. അതിനെയാണ് നമ്മൾ ഏകോപനം അല്ലെങ്കിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ്റെ ഒരു പൊതു ലക്ഷ്യമുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻഡിവിജ്വൽസിനെ എല്ലാം ആ പൊതു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നയിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ഏകോപനം എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷനും ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരിക്കും. ഇവരുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും വേറെ ആയിരിക്കും. പക്ഷെ അതൊന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? അവരുടെ ആ ഇൻഡിവിജ്വൽ ഗോളിനെ നമ്മൾ ഈ ഗ്രൂപ്പ് ഗോളിലേക്ക് കണക്ട് ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഗോളിലേക്ക് കണക്ട് ചെയ്ത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുക. അതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വണ്ണാണ് കൺട്രോളിങ്. കൺട്രോൾ ഈസ് ദ പ്രോസസ് ഓഫ് കറക്റ്റീവ് ആക്ഷൻ ഇഫ് പെർഫോമൻസ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ പ്രീഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്. നിയന്ത്രണം. കൺട്രോളിങ് മീൻസ് നിയന്ത്രണം. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഇത്ര രീതിയിൽ അല്ലെങ്കിൽ ഇന്ന മെത്തേഡിൽ അല്ലെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആക്ച്വൽ പെർഫോമൻസ് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്തത് അവിടെ ഉണ്ട്, വേറൊരു രീതിയിൽ പെർഫോമൻസ് പോകുമോ അല്ലെങ്കിൽ ഓർഗനൈസേഷനുള്ളിൽ വേറെ കാര്യങ്ങൾ നടക്കുന്നു അത് പറ്റില്ലല്ലോ. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പ്ലാനിങ്ങിനനുസരിച്ച് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പെർഫോമൻസ് കറക്റ്റായിട്ട് പോകുന്നില്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കൺട്രോളിങ് എന്ന് പറയാം. ഇൻ കേസ് നമ്മൾ പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ടല്ല നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പെർഫോമൻസ് മാറ്റണം, നമ്മളതിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. ആ ഒരു ഡീവിയേഷൻ എന്താണ്, എന്തുകൊണ്ടാണ് അത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വരാഞ്ഞത്, അത് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് നമ്മൾ പ്ലാൻ ചെയ്തത് പോലെ വരുത്താൻ വേണ്ടി കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അതിനെയാണ് നമ്മൾ കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് മാനേജീരിയൽ ഫങ്ഷൻസ്. ഇത്രയും പോയിൻറ്റ്സാണ് ഭരണപരമായ ധർമ്മങ്ങളിൽ അല്ലെങ്കിൽ മാനേജീരിയൽ ഫങ്ഷൻസിലുള്ളത്. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ്, വാണിജ്യപരമായ ധർമ്മങ്ങൾ. ഓക്കെ, ഇവിടെ നമുക്ക് 5 പോയിൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വണ്ണാണ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം. ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഉൽപ്പാദനം. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അത് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ എന്താണോ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഉൽപ്പാദിപ്പിക്കുക. അതിനെയാണ് നമ്മൾ ഉൽപ്പാദനം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഫങ്ഷനാണ് ഫിനാൻസ്. മീൻ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ എൻട്രപ്രണർ ടു ഐഡൻറ്റിഫൈ ദ വാരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആൻഡ് അറേഞ്ച് ദം ആസ് ആൻഡ് വെൻ റിക്വയർഡ്. നമുക്കറിയാം അല്ലേ എന്താണ് ഫിനാൻസ്? ഫിനാൻസ് മീൻസ് നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണം, നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്കിത് എവിടെ നിന്ന് കളക്ട് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ളതാണോ, നമ്മളെ ഏത് രീതിയിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ് ആവശ്യമായിട്ടുള്ള പൈസ കണ്ടെത്തുന്നത്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പറയുന്നതിനെയാണ് നമ്മൾ ഫിനാൻസ്. മൂലധന സ്രോതസ്സുകൾ കണ്ടെത്തി ആവശ്യ സമയത്ത് ധനം സ്വരൂപിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻസ്. ഓക്കെ, നമ്മൾ ഓർഗനൈസേഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നതാണെങ്കിലും പൈസ വേണോ അല്ലേ? ആ പൈസ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു, ഏത് രൂപത്തിൽ കിട്ടുന്നു, ക്യാപിറ്റലായിട്ടാണോ, അങ്ങനെ ഈ കിട്ടിയ എമൗണ്ടിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് മൂന്നാമത്തെ ഫങ്ഷനാണ് മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വിപണനം. നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ നിർമ്മിച്ച ഈ ഉൽപ്പന്നം അത് എവിടെയാണ് എത്തേണ്ടത്? നമ്മുടെ കൺസ്യൂമറുടെ കയ്യിൽ. ആരാണോ ഇത് ഉപയോഗിക്കേണ്ടത് അവരുടെ കയ്യിൽ അല്ലേ? നമ്മൾ ഉപയോഗിച്ച ആ ഉൽപ്പന്നം ഉൽപ്പാദകരിൽ നിന്ന്, അതായത് നമ്മളിൽ നിന്ന് ഉപഭോക്താവിലേക്ക് അൾട്ടിമേറ്റായിട്ട് അത് ആരാണോ ഉപയോഗിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെ എയിം ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവരിലേക്ക് എത്തുന്നത് വരെയുള്ള ആ പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. നമ്മളിത് ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു, നമ്മുടെ പ്രൊഡക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു,
കാര്യമുണ്ടോ? ഇല്ല. അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ കൺസ്യൂമറുടെ കയ്യിൽ അത് എത്തണം. അത് എത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പരസ്യങ്ങൾ കൊടുക്കണം, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യണം, ഇങ്ങനൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവരെ അറിയിക്കണം അല്ലേ? ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഇവിടെ, ഞങ്ങളിതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിന് ഇത്ര രൂപയാണ് വില, ഇന്ന ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റാണ് എന്നെല്ലാം നമുക്ക് കൺസ്യൂമറെ അറിയിക്കണം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർക്കറ്റിംഗ്, വിപണനം. ദെൻ 4ാമത്തെ ഫങ്ഷനാണ് പേഴ്സണൽ. ഈ ഫങ്ഷൻ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. നമ്മുടെ പേഴ്സണൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികൾ, എംപ്ലോയീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അവരെ റിക്രൂട്ട് ചെയ്യുക, അവരെ കണ്ടെത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അവരുടെ റെമ്യൂണറേഷൻ, സാലറിയോ അല്ലെങ്കിൽ വേജസോ എങ്ങനെയാണ് എന്നുള്ളത്. സാലറി എന്ന് പറയുന്നത് നമ്മൾ ശമ്പളം നൽകുന്നതിന് അല്ലേ, വേതനം അല്ലെങ്കിൽ കൂലി കൊടുക്കുന്നത്, ഇതെല്ലാം വരുന്നത് ഓരോ രീതിയിലുള്ള എംപ്ലോയീസിന് ഓരോ രീതിയിലായിരിക്കും അവരുടെ റെമ്യൂണറേഷൻ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച്, അവരുടെ റിക്രൂട്ട്മെൻറ്റ്, ഓരോ സ്റ്റാഫിനും എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് അവരെ റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ഈ പേഴ്സണൽ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാണ്. ഒരു എൻ്റർപ്രണർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ ലാസ്റ്റ് ഫംഗ്ഷനാണ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നു, അപ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നമ്മൾ ലാഭത്തിലാണോ, എത്ര ലാഭമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനിയും ലാഭം ഉയർത്താൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ അതിനെല്ലാം വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ബുക്സ്, നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. അതിനെയാണ് ഇവിടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രയും ഫങ്ഷൻസിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ വാണിജ്യധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് ആൻ എൻ്റർപ്രണർ ആണ്. ഫങ്ഷൻസ് ഓഫ് ആൻ എൻ്റർപ്രണർ 4 ടൈപ്പാണ്, 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. എൻ്റർപ്രണോറിയൽ ഫങ്ഷൻസ്, പ്രൊമോഷണൽ ഫങ്ഷൻസ്, മാനേജീരിയൽ ഫങ്ഷൻസ്, കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ്. ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ നന്നായി പഠിച്ച് വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് 1 വേർഡുകൾ ചോദിക്കാറുണ്ട്. ഇത് തന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും സാധാരണ രീതിയിൽ കാണാറുണ്ട്. ഗ്രാഫും പഠിച്ചു വെക്കണം. ഗ്രാഫ് വരച്ചാൽ വളരെ നല്ലതായിരിക്കും. നിർബന്ധമായിട്ട് നിങ്ങൾ വരയ്ക്കുക തന്നെ വേണം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്